പഴവൂർ എന്ന ശാന്തമായ ഗ്രാമത്തിൽ ദയാലുവും സുന്ദരവുമായ ഒരു യുവതി ജീവിച്ചിരുന്നു. ശിവന്റെ ഭക്തയായ നർത്തകി. ക്ഷേത്രത്തിലെ പൂജാരിയോട് അവൾ അഗാധമായ വിശ്വസ്തത പുലർത്തിയിരുന്നു. എന്നാൽ പൂജാരി തന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടപ്പോൾ അത്യാഗ്രഹം കൈയടക്കി. വിശ്വാസവഞ്ചനയുടെ ഒരു നിമിഷത്തിൽ അവൻ അവളെ ഒരു കള്ളിച്ചെടിയുടെ അടുത്ത് വച്ച് കൊന്നു. അവളെ അന്വേഷിച്ച് അവിടെ എത്തിയ അവളുടെ മൂത്ത സഹോദരൻ അത് കണ്ട് അവിടെ തന്നെ ആത്മഹത്യ ചെയ്തു. പൂജാരി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പാമ്പ് അവനെ കടിച്ചു മരിച്ചു. പെൺകുട്ടിയും അവളുടെ സഹോദരനും ദിവ്യാത്മാക്കളായ നീലിയും നീലനുമായി പുനർജനിക്കുകയും ചോഴ രാജ്യത്ത് താമസിക്കുകയും ചെയ്തു. അവിടെയുള്ള ആളുകൾ അവരുടെ ശക്തികളെ കണ്ട് ഭയപ്പെട്ടപ്പോൾ അവർ അതേ കള്ളിച്ചെടിയിലേക്ക് തന്നെ മടങ്ങി. നീലൻ ഒരു വേപ്പ് മരമായി മാറി. നീലി അതിനടിയിൽ താമസിച്ചു. അതേസമയം ഒരു വ്യാപാരിയായി പുനർജനിച്ച ആ പൂജാരി ആ കുറ്റിക്കാട്ടിലേക്ക് എത്തി. അത് അറിഞ്ഞ നീലി ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു. അവനെ ആ കുഞ്ഞുമായി പിന്തുടർന്നു. താൻ അവളോട് തെറ്റ് ചെയ്തുവെന്ന് ഗ്രാമവാസികളോട് പറഞ്ഞു. അവൻ അവളോടൊപ്പം തിരിച്ചെത്തിയപ്പോൾ അവൾ പ്രതികാരം ചെയ്തു. അവൾ കോപമടങ്ങാതെ നടന്നു പോകുമ്പോൾ ഔവ്വയാരെ കണ്ടുമുട്ടി. ഔവ്വയാർ അവളെ ശാന്തിയാക്കി പറഞ്ഞു, നിന്റെ ദൗത്യം കഴിഞ്ഞു. ഇവിടെ താമസിച്ച് ഈ ഭൂമിയെ സംരക്ഷിക്കൂ. അവളുടെ ഭക്തിയിൽ പ്രചോദിതയായ ശിവനും പാർവതിയും അവളെ അനുഗ്രഹിച്ചു. അന്നു മുതൽ നീലി മുപ്പന്തലിന്റെ ശക്തിയായ ദേവിയായും ഇസക്കി അമ്മയായും കുടികൊള്ളുന്നു. ഇന്നും വിവാഹത്തിനും കുട്ടികൾക്കും അനുഗ്രഹം തേടി പ്രത്യേകിച്ച് പൗർണമി ദിവസങ്ങളിൽ ആളുകൾ അവളുടെ ക്ഷേത്രം സന്ദർശിക്കുന്നു.